ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. മോളടുത്തൊക്കെ പോവുകയാണ്. മോള് പെരിന്തൽമണ്ണ ഹോസ്റ്റലിൽ റിപ്പീറ്റിന് പഠിക്കാൻ കേട്ടോ. അപ്പോൾ ഓള് അവിടെ പോയിട്ട് ഇപ്പോൾ 2 മാസമായി. അതിൻ്റെ ഇടയിൽ കൂടെ പെരുന്നാൾക്കൊക്കെ വന്നിട്ട് പിന്നെ 15 ദിവസമൊക്കെ ആയിട്ടോ പറ്റുമെന്ന് പോയിട്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓൽക്ക് ലീവാണ് കേട്ടോ ക്ലാസ്സൊക്കെ. അപ്പോൾ പിന്നെ എന്നും ഞായറാഴ്ച ആകുമ്പോൾ ശനിയാഴ്ച വൈകുന്നേരം വന്ന് ഞായറാഴ്ച വൈകുന്നേരം അങ്ങോട്ട് തന്നെ പോകണ്ട. അപ്പോൾ ഇവിടുന്ന് ഒരുപാടൊക്കെ പോകാൻ ദൂരം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ വരലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു മാസത്തിലൊരിക്കൊക്കെ ഇപ്പോൾ ഒരു പ്രാവശ്യം കേട്ടോ വന്ന് പോയത് പെരുന്നാൾക്ക്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതാ ഇന്ന് പോവാം, പെരുന്നാൾക്ക് വന്നാണ്ട് പോയതല്ലേ, ഇപ്പോൾ ഒരു 15 ദിവസമൊക്കെ ആയില്ലേ. പിന്നെ കുട്ടികൾക്കും തന്നെ നമ്മളെ കാണാനൊരു പൂതി ഉണ്ടാവും, നമ്മൾക്ക് കുട്ടികളെ കാണാനൊക്കെ എന്നും പൂതി ഉണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പഠിക്കാനല്ലേ പറഞ്ഞത്. പിന്നെ ഒന്ന് കണ്ടാൽ തന്നെ ഒരുപാട് സമാധാനം ഉണ്ടാവും ചെയ്യൂലേ കുട്ടികൾക്ക്, നമ്മൾ രക്ഷിതാക്കളൊക്കെ കാണുമ്പോൾ. അപ്പോൾ അങ്ങോട്ട് പോണ വിശേഷങ്ങളും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കി. പറയല്ലേ ഇന്നതാ നമ്മളെ റിഫുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഹലോ, റിഫുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഇതാ റിഫു അവിടെ 11ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോന്ന്. നമ്മൾ ഡ്രീം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടോ. ഞങ്ങൾ ഷോർട്ട് വിട്ടീന് കേട്ടോ. എളുപ്പത്തിലൊരു ഡ്രീം കേക്ക്. നമ്മൾ സാധാ കേക്ക് വാങ്ങിയാണ്ട് നമ്മൾ സാധാ കേക്ക് വാങ്ങിയിട്ട് കേക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല. ബാപ്പു താത്താക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോകുമല്ലേ, താത്താക്ക് കൊണ്ടുകൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഓളെ കാണും ചെയ്യാൻ പോയാൽ ഡ്രീം കേക്ക് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാ ചോക്ലേറ്റ് കേക്ക് വാങ്ങി ചോക്ലേറ്റ് കേക്ക് കൊണ്ടുവന്നിട്ട് അതെല്ലാം കട്ടി ഉണ്ടാവുമല്ലോ, അതിന് നടുക്ക് മുറിച്ചിട്ട് നമ്മൾ ഡ്രീം കേക്ക് കുറേ മുന്നേ വാങ്ങി കിട്ടോ. അപ്പോൾ അതിന് പാത്രമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഭയങ്കര ബ്ലോക്കായിട്ടോ. എന്തോ ഒരു ബ്ലോക്ക്, അവിടെ ഏറ്റവും ബ്ലോക്കല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് ബ്ലോക്കിൽ ഒടുങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ ഓരോ മറന്നു പോയിട്ടോ. അപ്പം നമ്മൾ ആ കേക്ക് വാങ്ങിയാണ്ട് അത് നല്ല കട്ടിയുള്ള കേക്ക് കഴിക്കാറല്ലോ, നടുക്ക് മുറിച്ചിട്ട് നമ്മൾ ഡ്രീം കേക്കിൻ്റെ പാത്രത്തേക്ക് വെച്ച് കൊടുത്താണ്ട് നമ്മൾ ഫിയോണിൻ്റെ ക്രീം വാങ്ങി കേട്ടോ. അതൊക്കെ ഉണ്ടാക്കി അയക്കാക്കി കൊടുത്ത് പിന്നെ ചോക്ലേറ്റ് ഗണാശൊക്കെ വാങ്ങിയിട്ട് അതും ഉണ്ടാക്കി. അങ്ങനെ കേക്ക് അതിലട്ടിക്ക് വെച്ചാണ്ട് നമ്മൾ പഞ്ചസാര ലായനി വെച്ച് കൊടുത്തിട്ട് എടുത്തിനെ ഞാൻ ഷോർട്ടാക്കി പാട്ട് വെച്ച് കൊടുത്തിട്ട് സമയമില്ല. ഇപ്പോൾ ഏതായാലും നമ്മൾ എടുത്തല്ലേ. അങ്ങനെ ചോക്ലേറ്റ് ഗണാഷ് അത് നമ്മൾ ക്രീം അതിന് നിറക്കൂടെ തേച്ചിട്ട് പിന്നെ ചോക്ലേറ്റ് ഗണാഷ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുക, ചോക്ലേറ്റ് ഗണാഷ് ഇട്ട് കൊടുക്കുക. അതിനകത്തുള്ള വലിപ്പമുള്ള ആ പാത്രം. അങ്ങനെയാണ് ഡ്രീം കേക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. തലേന്ന് രാത്രി ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ എടുത്ത് പട്ടിപ്പൊട്ടി ഡ്രീം കേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇത്ര ബ്ലോക്കാണല്ലോ. മോളെ ഇത് മോൾ ഇതാര് കൊണ്ടുവന്നേ? ഇത് മിന്നു ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്ന് കൊടുത്താട്ടോ. ഓള് മൗലാന ഹോസ്പിറ്റലിലാണ്. മൗലാന ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിന് പഠിച്ചു കൊടുക്കാറുണ്ട് ഫാർമസി. ഓള് ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ബാഗ്. ഇവിടുത്തെ ആദായം ലൈറ്റൊക്കെ കത്തിനി, ലൈറ്റൊക്കെ കട്ട് ലൈറ്റൊക്കെ പോയോ? ഇവിടുത്തെ തീർച്ചയോ കേക്ക് ഉണ്ടാക്കിയപ്പോൾ അത് ഓൾക്കും കൊണ്ടുപോയി കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അവളെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ഡ്രീം കേക്ക് ഒരു പാത്രം ഞങ്ങൾ എടുത്ത് അങ്ങോട്ട് പോകുന്നു. പിന്നെ കുറച്ച് മുട്ടായികളും ഓളെ പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പോവാണ്. ഒക്കെ അറിയാം, അതോട് നിങ്ങൾ പറഞ്ഞില്ലേ നമ്മൾ? അതറിയില്ല. 4:45 അവിടെ എത്ര വിചാരിച്ച് പോകുന്നതാണ് മക്കളെ. ഇവിടെ ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് എപ്പോഴാണ് അവിടെ സമയത്രേ എന്താ ഇപ്പോ 1.5 മണിക്കൂറുണ്ട് നമ്മളോട്ട് പെരിന്തൽമണ്ണക്ക്. റിഫു 11 വർഷം മുന്നേ നിന്നെ പ്രസവിച്ച ഹോസ്പിറ്റൽ കേട്ടോ. അത് മഞ്ചേരി എത്തി. ഞങ്ങള് മഞ്ചേരി എത്തി. മഞ്ചേരി ഹോസ്പിറ്റൽ
ഫയലില്ലേ ഫയല് വാങ്ങാണ്ട് ഇപ്പോൾ ഓടിക്കാടുണ്ടാവില്ല. കാവനൂർ തുറന്നുണ്ടാവില്ല അല്ലേ? ഹോസ്പിറ്റലിലേക്കാണ് പോടാ കഴിച്ചിറങ്ങാറ്. ഇതൊക്കെ നമ്മൂലാണോ പിന്നെ ഈ റോഡിൽ ഞാൻ പറഞ്ഞതിന്റെ ബാക്കിൽ കടന്നാൽ മതിയാണ്. കണ്ടില്ലേ? നടന്നാലും മതിലേ? ഒറ്റക്കെടുക്കാൻ പറ്റില്ല. കസ്റ്റഡി പോരാനുള്ള ഒരു ശരിയാ അങ്ങോട്ട് ഈ റോഡ് KPB ചിക്കൻ ഷാവ് അതിന് മറക്കാൻ ആട്ടോ 500 മീറ്ററിന്റെ ഏറുണ്ട്. ഇവർക്ക് ഇപ്പോഴും 500 മീറ്റർ ആയി. 1/2 കിലോമീറ്റർ നടക്കുക. 1/2 കിലോമീറ്റർ നമ്മളെ പെരയുടെ കുടിയിലേക്കുമ്പോൾ അത്ര ദൂരം കസ്റ്റഡി ഉള്ളൂ. അവളാണ് കൊറേ പേരൻസ് ആലിയൊക്കെട്ടിട്ടുണ്ട്. അതാ സിനിമകളെന്താ വെച്ചാ വേഗം ഇവിടെയൊക്കെ റെഡിയാക്കി ഇക്കോട് വരട്ടെ. ഞാൻ ഓളിങ്ങോട്ട് വരട്ടെ. ഞാൻ ഇറങ്ങട്ടെ. ഇവിടുത്തെ ഭോജനം പോലെ 9 ബ്ലോക്ക് വെട്ടു. പരീക്ഷ എങ്ങനെ ഉണ്ടായിന്? അടിപൊളിന്. ഈ സാധനം ഒരു ഡ്രീം കേക്കിലെ ഫുഡ് അങ്ങനെ വെച്ചാണ് പോളിക്കുക. ആൾക്കാരെല്ലാം ഉണ്ടാവും. റൂമിൽ കയറാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ മിസ് പറഞ്ഞിട്ടില്ല, ചീത്ത റൂമിൽ കയറാൻ പറ്റില്ല. പാരന്റ്സ് കയറാൻ തന്നെ പറ്റില്ല. ഇവിടെ ഗ്രൗണ്ടിൽ വരിക, കുട്ടികളെ കൊണ്ട്. നിങ്ങൾ അക്കാദമിക്കുള്ള റോഡാണ് ഈ റോഡ്. ഈ വിരട്ട റോഡ് അതിലൊക്കെ ചെല്ലണത് കണ്ടോ? ഇവിടെ ഈ കോഴിക്കാടാണ് കൊടുക്കോ കണ്ടോ? KPB നേരെ പോരാ. നേരെ നിങ്ങളെ ബാങ്കിലെ ഓഫീസിൽ എത്തിക്കാൻ ചെല്ലുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടേ ഈ വിരട്ട റോഡല്ലേ എന്തൊന്നും നോക്കാനില്ല. ഈ റോഡുണ്ടല്ലേ മൗലാന റോഡുണ്ടല്ലേ ഈ ബോർഡുമ്പോൾ തന്നെ നിൽക്കട്ടെ മൗലാന ഹോസ്പിറ്റൽ. അങ്ങോട്ട് സിഗ്നൽ കണ്ടിട്ടില്ലേ? ഇതല്ലേ കണ്ടോ? ഇതാണ് ഹോസ്പിറ്റല്. ഇതിൽ നിൽക്കണേന് ഹോസ്പിറ്റലാണ് സംഭവം. ഇവിടുന്ന് നേരെ എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ആ കുടിക്കുള്ള ദൂരത്തിൻ്റെ അത്രയില്ല. മനസ്സിലായില്ലേ? റോഡുമ്പോൾ കൂടെ ചുറ്റുമ്പോൾ എന്താ വെച്ചാൽ മുന്നിൽ കൂടെ വരണം. അപ്പോൾ ദൂരം കൂടും. മനസ്സിലായോ? ഹോസ്പിറ്റലിന്റെ ഗേറ്റ് കിട്ടോ? ഇവിടൊക്കെ ഒരു ദിവസം വന്ന് നോക്കണം. ഡ്യൂട്ടിയുടെ സമയത്ത് കാണാനൊക്കെ രസമല്ലേ അതൊക്കെ? ഇവിടെ കയറണോ? ബർഗർ ബർഗർ വേണ്ടിയേ വേണ്ടേ? ഇത് ബർഗറിൻ്റെ ആള് ഇതിനുണ്ടോ?
പറഞ്ഞ ഈ വലിയ രണ്ട് ബുക്ക് പൗച്ച് ഇതിലുള്ള സൂചി നൂലുണ്ടോ കരുതണം കേട്ടോ. മേത്ത് 2 സൂചി ഉണ്ടാവും, മേത്ത് പറ്റിച്ചത്. അല്ല എനിക്ക് മാണ്ടി എടുത്താൽ മതി. അത് പിന്നെ ഒക്കെ ഞാൻ ഇടാൻ പറഞ്ഞതാ. ഇനി എനിക്ക് മാണ്ടി അതൊക്കെ ചെറുപ്പം എടുത്തോട്ടെ എഴുതിയുണ്ട്. നോട്ടക്ക് 10 നോട്ടക്കിലെ മേനുണ്ടാവും. ഇത് 200 പേജ് ഉണ്ട്. 200 ഉണ്ടോ 75 റുപ്യ 232 പേജ്. മറ്റേ 140 150 പേജ് ഉണ്ടാവുള്ളൂ. ഇത് പിന്നെ വാങ്ങി കഴിഞ്ഞാല് അതൊക്കെ കൊണ്ടുവന്നൊക്കെ പിള്ളേർക്ക് കഴിഞ്ഞോ. ഞങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ തന്നെ ഒരു സബ്ജക്റ്റ് 4 സാർമാർക്ക് വന്നിരിക്കുന്നത്. അല്ല ഇത് ഇനി ഉണ്ടാവും. നോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് ഞാൻ കൊണ്ടുവരും. നെൽത്തേക്ക് പോകണ്ട സീനോ. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. No shutter. ഇപ്പോൾ വീഡിയോ എടുക്കട്ടെ. അങ്ങനെ സിനുവിൻ്റെ അടുത്തേക്ക് ഹോസ്റ്റലിലേക്ക് പോയ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. പിറ്റേന്ന് കണ്ടിട്ടോ അത് മിന്നു ഒരു 12:30 ആകുമ്പോഴത്തേന് ഓക്ക് മൗലാന ഹോസ്പിറ്റലിൽ എത്തണം. 4 മണിക്ക് ഓക്ക് ഡ്യൂട്ടിയിൽ കയറണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 12:30 ആയപ്പോഴത്തേന് ഓള് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. സിനുവിൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ മൗലാന ഹോസ്പിറ്റലുള്ളത്. അവിടെ ട്രെയിനിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓള് ഫാർമസി. അതെയോ? അല്ല ജംഗ്ഷനിലാണ് ഇറങ്ങിയാൽ മതി. തോന്നെ റോഡുണ്ട് അടുത്ത് തന്നെ ഉള്ളൂ. ആ ഇവിടേക്ക് തിരിയില്ലേ, കൊടുക്ക് തിരിയണേ. മൗലാനൊക്കെ തിരിയില്ല. ജംഗ്ഷൻ ഉണ്ടല്ലോ, നേരെ പോകുമ്പോൾ ആ ജംഗ്ഷനിലേക്ക് നടത്തൂലേ, ആ ജംഗ്ഷനിലാണ് ഇറങ്ങിയാൽ മതി. അവിടുന്ന് ആകെ ഒരാട്ടി മുന്നത്തേക്കാനല്ലേ ഉള്ളൂ. വെറുതെ വണ്ടി ഒന്നും വിളിച്ചേണ്ട ആവശ്യമില്ലേ. അവിടെ ഇറക്കുമോ? ആ ജംഗ്ഷനിൽ ഇറക്കി തരും. ആ ജംഗ്ഷനിൽ സിഗനന്റെ അടുത്തേക്ക് എല്ലാ വണ്ടിയും സിഗനന്റെ അടുത്തേക്ക് എത്ര അവിടെ തന്നെ ഇറങ്ങിയാൽ മതി. എന്നാൽ അവിടെ നിന്ന് അതൊക്കെ നടക്കാനുള്ളൂ. കുറച്ചല്ല, കുറച്ച് ഇവിടുന്ന് നടക്കാനുള്ളൂ. അവിടുന്ന് പൈസ എടുത്തില്ലേ? ഞായറാഴ്ച ഇവര് ഓരോരുത്തേക്ക് പോകുമ്പോ വെച്ച് വിളിച്ചാൽ മതിട്ടോ. ഒറ്റക്ക് പോകാൻ ചെയ്യരുത് കേട്ടോ. ഷിഫ്റ്റിനെ ആരെയും കൂട്ടി പോകാൻ ഈ പോകുമ്പോ വേണമെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചാൽ പോയിക്കോളൂ. പോകുമ്പോ ഇങ്ങനെ ബസ് ഇങ്ങനെ നടന്നു പോകാൻ ഓട്ടോറിക്ഷ വിളിച്ച് നടക്കാൻ മാത്രമൊന്നുമില്ല. ബസ് നോക്കാൻ അറിയാത്തോണ്ട് അത് നേരെ പോയാൽ ഒരു കോഴിപ്പീടി ഉണ്ടാവും. ആ കോഴിപ്പീടി വലത്തോട്ട് കയറുക. പോസ്റ്ററിൽ മൗലാനിയിൽ ഇറങ്ങുമ്പോൾ വലത്തേക്ക് കയറുക. പിന്നെ ഒക്കെ വലത്തേക്ക് 2 റോഡ് വലത്തേക്ക്. അരികോടുക്ക് എത്തുമ്പോഴത്തെ കൊണ്ട് വിളിച്ചാൽ പറഞ്ഞാണ്ടി. ആ ബസ്സിനനുസരിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ. ഒറ്റക്ക് പോകണ്ടേ.